നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ലേൺ ടു കോൺകറിൻ്റെ 10th ലെവൽ മാത്സ് PYQ സീരീസിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: 840 രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ്? വിൽപ്പന വില എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? വിൽപ്പന വില 840 രൂപ. വിറ്റ വില എത്രയാ? വിറ്റ വില 714 രൂപ. ഡിസ്കൗണ്ട് എത്രയാണ്? ഡിസ്കൗണ്ട് വിൽപ്പന വില, അതായത് മാർക്ക് ചെയ്തിരിക്കുന്ന വില മൈനസ് വിറ്റ വില 714. എത്ര വരും? 840 മൈനസ് 714. 6, 2, 1. 126 രൂപയാണ് ഡിസ്കൗണ്ട്. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡിസ്കൗണ്ട് ശതമാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്കൗണ്ട് ശതമാനം എങ്ങനെ കാണാം? 126 ഡിവൈഡഡ് ബൈ വിൽപ്പന വില 840 ഇൻറ്റു 100. 0 പോയി. 2 കൊണ്ട് 4 2 8, 2 2 4, ഇവിടെ 5. 42ഉം 126ഉം. 42 × 3 എത്രയാണ്? 42 × 3 3 2 6, 4 3 12. 3 126. 42, ഇവിടെ 3. 3 × 5 15. ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ്? 15%. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. 11 സംഖ്യകളുടെ ശരാശരി 66 ആണ്. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 72ആയി. ചേർത്ത സംഖ്യ ഏത്? 11 സംഖ്യകളുടെ ശരാശരി 66. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ, അപ്പോൾ 12 സംഖ്യകളുടെ ശരാശരി എത്രയാണ്? 72. 11 12 ആവാൻ 1 കൂടി, 66 72 ആവാൻ 6 കൂടി. ഇനി 1ഉം 72ഉം കൂടി ഗുണിക്കുക. ഒരു 72 പ്ലസ് 6ഉം 11ഉം കൂടി ഗുണിക്കുക. 66. ഇത് രണ്ടും കൂടി കൂട്ടുക. 6ഉം 2ഉം 8, 7ഉം 6ഉം 13. എത്രയാണ്? ചേർത്ത സംഖ്യ എത്രയാണ്? 138. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഇതാണ് എളുപ്പ വഴി. അല്ലാത്ത രീതിയിലും ചെയ്യാം. ശരാശരി എന്താണ്? തുക ഡിവൈഡഡ് ബൈ എണ്ണം. തുക ബൈ എണ്ണം. ശരാശരി 66, തുക ഡിവൈഡഡ് ബൈ 11 അല്ലേ? 11 സംഖ്യകളുടെ ശരാശരി 66 പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 11 സംഖ്യകളുടെ തുക എത്രയാണ്? 66 × 11. 66 × 11 എത്രയാണ്? 6 6 6 6 6 12 7 726. 726. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 72ആയി. തുകയുടെ കൂടെ, അതായത് ഈ തുകയുടെ കൂടെ ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ പുതിയ ശരാശരി എത്രയാണ്? 72. തുക എത്രയാണ്? 726 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എണ്ണം 12ആയി. ഒരു സംഖ്യ കൂടി ചേർന്നപ്പോൾ എണ്ണം 12ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഈ പുതിയ സംഖ്യ ഏതാണ്? എക്സ് എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? 12 × 72. 72 × 12 ഈക്വൽ ടു 726 പ്ലസ് എക്സ്. 72 × 12 എത്രയാണ്? 72 × 12. 2 2 4, 7 2 14, 1 2 2, 1 7 7. 4 4 2 6, 7 1 8. 864 ആണ് 726 പ്ലസ് എക്സ്. എക്സ് എങ്ങനെ കാണാം? 864 മൈനസ് 726 ആണ് എക്സ്. 864 മൈനസ് 726. 8, ഇവിടെ 5 ൽ 2 പോയാൽ 3, 138. എക്സ് നമുക്ക് എത്ര കിട്ടി? 138. ഇങ്ങനെ ചെയ്താലും നമുക്ക് 138 തന്നെയാണ് കിട്ടുന്നത്. ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. എന്നാൽ 2 പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയുവാൻ എത്ര സമയം വേണ്ടിവരും? അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ്? M1 D1 ഈക്വൽ ടു M2 D21. M1 എത്രയാണ്? 3 പൈപ്പുകൾ. സമയം എത്രയാണ്? 1 മണിക്കൂർ 30 മിനിറ്റ്. 1 മണിക്കൂർ 30 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര വരും? 1.5 മണിക്കൂർ അല്ലേ? ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 2 2 2 3 3 3/2 മണിക്കൂർ എന്ന് എഴുതാം. M2 എത്രയാണ്? 2 പൈപ്പുകൾ.
D2 ആണ് നമുക്ക് കാണേണ്ടത്. 3 × 3/2 ഈക്വൽ ടു 2 × D2. D2 അങ്ങനെ കാണാം. 2നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. 2 ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ താഴെ വരും. 3/2 × 3/2 ആണ് D2. 9/4 ആണ് D2. 9/4 എത്രയാണ്? 9/4. 2 4 8 ശിഷ്ടം 1. അതായത് എത്രയാണ് വരുന്നത്? 2ഉം 1/4 മണിക്കൂർ വരും. 2.25 മണിക്കൂർ. 2.25 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറും 1/4 മണിക്കൂർ എത്രയാണ്? 15 മിനിറ്റുമാണ് അല്ലേ? ഓപ്ഷൻ ഡി 2 മണിക്കൂർ 15 മിനിറ്റാണ് നമ്മുടെ ആൻസർ. തന്നിരിക്കുന്ന സമവാക്യത്തിലെ കെയുടെ വില എത്ര? 2k+1 × 2⁵ ഈക്വൽ ടു 2⁷. 2k+1 × 2⁵ ഈക്വൽ ടു 2⁷. ഇവിടെ ബേസ് ഒക്കെ സെയിം ആണ്, 2 ആണ് അല്ലേ ബേസ്. അങ്ങനെയാണെങ്കിൽ a⁻m × a⁻n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കതെങ്ങനെ എഴുതാം? a⁻m+n എന്ന് എഴുതാം. a⁻m × a⁻n ഈക്വൽ ടു a⁻m+n. ഇവിടെ ബേസ് സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ 2k+1 × 2⁵ എങ്ങനെ എഴുതാം? 2k+1 + 5 എന്ന് എഴുതാം. ഇത് ഈക്വൽ ടു 2⁷ ആണ്. ഇവിടെ ബേസ് സെയിം ആയതുകൊണ്ട് പവർ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. k+1 + 5 ഈക്വൽ ടു 7. k+6 ഈക്വൽ ടു 7. അങ്ങനെയാണെങ്കിൽ k എത്രയാണ്? 6നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. 7 - 6 k ഈക്വൽ ടു 1. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. എ ജോലി 20 ദിവസമെടുത്ത് പൂർത്തിയാക്കുന്നു. എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി പൂർത്തീകരിക്കാൻ 12 ദിവസം എടുക്കുന്നു. എന്നാൽ ബി മാത്രമായി പ്രസ്തുത ജോലി പൂർത്തീകരിക്കാൻ എത്ര ദിവസം എടുക്കും? എ ഒരു ജോലി 20 ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു. എയും ബിയും ചേർന്നാൽ അത് 12 ദിവസത്തിൽ പൂർത്തിയാവുന്നു. അങ്ങനെയാണെങ്കിൽ ബി ഒറ്റയ്ക്ക് എത്ര ദിവസം വേണ്ടി വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ കേസിൽ ഇവിടെ ജോലി എത്രയാണ്? ജോലി കാണാൻ വേണ്ടി 20ൻ്റെയും 12ൻ്റെയും LCM കാണുക. 20 12 2 കൊണ്ട് പോവും 10 6 2 കൊണ്ട് പോവും 5 2 10 3 2 6 എത്ര വരും? 3 2 6 5 2 10 60. 60 ഇവിടുത്തെ LCM. 20 60 ആവാൻ 3 കൊണ്ട് ഗുണിച്ചു, 12 60 ആവാൻ 5 കൊണ്ട് ഗുണിച്ചു. അങ്ങനെയാണെങ്കിൽ എയുടെ എഫിഷ്യൻസി എത്രയാണ്? 3 ആണ്. എയുടെയും ബിയുടെയും കൂടിയുള്ള എഫിഷ്യൻസിയാണ് 5. അതായത് എ ഒരു ദിവസം 3 ജോലി ചെയ്യും, എയും ബിയും ഒരു ദിവസം 5 ജോലി ചെയ്യും. എയുടെയും ബിയുടെയും എഫിഷ്യൻസി 5ഉം എയുടെ മാത്രം എഫിഷ്യൻസി 3ഉം ആയാൽ ബിയുടെ എഫിഷ്യൻസി എത്രയാണ്? 5 - 3 2 ആയിരിക്കും. ബിയുടെ എഫിഷ്യൻസി നമുക്ക് കിട്ടി 2. അതായത് ബി ഒറ്റയ്ക്ക് ഒരു ദിവസം 2 ജോലി ചെയ്യും. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ബി മാത്രമായി പ്രസ്തുത ജോലി പൂർത്തീകരിക്കാൻ എത്ര ദിവസം എടുക്കും? ഇവിടെ ജോലി എത്രയാണ്? 60 ആണ്. ബി ഒരു ദിവസം 2 ആണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 60 ജോലി പൂർത്തീകരിക്കാൻ ബി എത്ര സമയമെടുക്കും? ടൈം നമ്മളെങ്ങനെ കാണും? 60/2 30 ദിവസം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ യാത്ര ചെയ്ത ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. ഇപ്പോൾ രാജുവിൻ്റെ യാത്ര ഏത് ദിശയിലാണ്? ആദ്യം ഡയറക്ഷൻ വരയ്ക്കുക. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. രാജു 8 കിലോമീറ്റർ വടക്കോട്ട് യാത്ര ചെയ്തു. വടക്കോട്ട് എന്ന് പറയുമ്പോൾ മുകളിലോട്ട്. 8 കിലോമീറ്റർ വടക്കോട്ട് യാത്ര ചെയ്തു. പിന്നീട് വലത്തോട്ട്. ഇവിടെ നിൽക്കുന്ന രാജുവിൻ്റെ വലത് ഇങ്ങോട്ടാണ്. വലത്തോട്ട് തിരിഞ്ഞ് 2 മീറ്റർ യാത്ര ചെയ്തു. 2 കിലോമീറ്റർ യാത്ര ചെയ്തു. വീണ്ടും വലത്തോട്ട്. വലത്തോട്ട് എന്ന് പറയുമ്പോൾ താഴോട്ട് 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. ഇങ്ങോട്ടാണ് ഇപ്പോൾ രാജു യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ രാജുവിൻ്റെ യാത്ര ഏത് ദിശയിലാണ്? ഏത് ദിശയിലാണ്? താഴോട്ട് എന്ന് പറയുമ്പോൾ ഏത് ദിശയിലാണ്? തെക്ക് ദിശയിലാണ്. തെക്ക് ദിശയിലാണ്. ഓപ്ഷൻ ബി തെക്കാണ് നമ്മുടെ ആൻസർ. ഹലോ എന്ന വാക്ക് KHOOR എന്ന് കോഡ് ചെയ്യപ്പെടുന്നു. എന്നാൽ വേൾഡ് എന്ന വാക്കിൻ്റെ കോഡ് എന്ത്? ഹലോ HELLO എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? KHOOR. അപ്പോൾ HK ആവാൻ എന്ത് ചെയ്തു? 1 2 3 +3 കൂടി EHI
1 2 3 ഇവിടെയും +3 LOI 1 2 3 ഇവിടെയും +3 LOI +3 OR ആയിട്ട് മാറി 1 2 3 ഇവിടെയും +3 എല്ലാ ലെറ്ററിൻ്റെ കൂടെയും 3 വെച്ചിട്ട് ആഡ് ചെയ്ത് പോവുക. അങ്ങനെയാണെങ്കിൽ വേൾഡ് എന്ത് വരും? ഡബ്ല്യുവിൻ്റെ കൂടെ 3 കൂടുക W 1 2 3 സെഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ആൻസർ ഇപ്പം തന്നെ കിട്ടിക്കഴിഞ്ഞു. എങ്കിലും നമുക്ക് ബാക്കി കൂടി ചെയ്യാം. ഒയുടെ കൂടെ 3 കൂടുക O 1 2 3 ZR ആറിൻ്റെ കൂടെ 3 കൂടുക 1 2 3 U എല്ലിൻ്റെ കൂടെ 3 കൂട്ടുക. ഇവിടെ എല്ലിൻ്റെ കൂടെ ഓൾറെഡി കൂട്ടിയിട്ടുണ്ട് O. ഇനി ഡിയുടെ കൂടെ 3 കൂടുക D 1 2 3 G ZRUOG ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ 4ാമത്തെ സംഖ്യ ഏത്? 4 7 12 ഡാഷ് 4 7 12 അടുത്ത സംഖ്യ 4ൻ്റെ കൂടെ 3 ചേർത്തു 4 + 3 7 7 + 5 12 3 5 ഇനി എന്താ ചേർക്കേണ്ടത്? 7 12 + 7 എത്രയാണ്? 19 ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. A പ്ലസ് എന്ന ചിഹ്നത്തെയും B മൈനസ് എന്ന ചിഹ്നത്തെയും C ഡിവൈഡഡ് ബൈ എന്ന ചിഹ്നത്തെയും D ഇൻറ്റു എന്ന ചിഹ്നത്തെയും സൂചിപ്പിക്കുന്നു. എന്നാൽ 18A 12C 6D 2B 5 എത്ര സൂചിപ്പിക്കുന്നു? 18A 12C 6D 2B 5. A എന്താണ്? A പ്ലസ് ആണ്. A പ്ലസ് C എന്താണ്? C ഡിവൈഡഡ് ബൈ ആണ്. ഡിവൈഡഡ് ബൈ D എന്താണ്? D ഇൻറ്റു B എന്താണ്? മൈനസ്. ഇനി ഇതെങ്ങനെ മാറ്റി എഴുതാം? 18 + 12 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 2 മൈനസ് 5. ഇനി ബോർഡ് മാസ് അപ്ലൈ ചെയ്യാം. ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല, ഡിവിഷൻ ഉണ്ട്. 12/6 എത്രയാണ്? 2. 18 + 2 ഇൻറ്റു 2 മൈനസ് 5. ഡിവിഷൻ കഴിഞ്ഞു. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ. 2 ഇൻറ്റു 2 എത്രയാണ്? 4. 18 + 4 മൈനസ് 5. മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. അടുത്തത് അഡീഷൻ. 18ഉം 4ഉം 22 മൈനസ് 5. അഡീഷൻ കഴിഞ്ഞു. ഇനി സബ്ട്രാക്ഷൻ. 22 ന്ന് 5 പോയി കഴിഞ്ഞാൽ 17. ഓപ്ഷൻ ബി 17 ആണ് നമ്മുടെ ആൻസർ. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.